SSLC സ്റ്റുഡൻസ് ദാലൻ സർ വന്നിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ട് 2 നിങ്ങളുടെ 2022 ടേം 2 ക്രിസ്മസ് എക്സാമിൻ്റെ പാർട്ട് 2ൻ്റെ സൊല്യൂഷൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. മക്കളെ ഈ വീഡിയോ എല്ലാവരും കണ്ടിരിക്കണം. എല്ലാ വർഷവും സെയിം പാറ്റേണിൽ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്ന ഒരു എക്സാം ആണ് നിങ്ങൾ ക്രിസ്മസ് എക്സാം. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. നിങ്ങൾക്ക് സിലബസ് അറിയാലോ, ഇതാണ് സിലബസ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഇത് ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജൻസ് ആൻഡ് സോളിഡ്സ്. ഇത്രയും മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ആൻഡ് മക്കളെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എവിടെ പോയി? 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ഒരു തമ്മിലുള്ള വീഡിയോ ആണ്. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഈ ചാനലിലുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2 മാർക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ ആൻസറും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ആൻഡ് എല്ലാവരും 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി 4 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യൻ്റെ വീഡിയോസ് വേണമെങ്കിൽ അറിയാലോ എന്താ ചെയ്യേണ്ടത്? കമൻറ്റ് ചെയ്യുക. കമൻറ്റ് കുറേ വന്നാൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം തകർക്കാം. അപ്പോൾ നമ്മുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. മക്കളെ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. 5 ക്വസ്റ്റ്യനില്ല, 5 ക്വസ്റ്റ്യൻ ആണോ? അല്ല, 6 ക്വസ്റ്റ്യൻ അല്ലേ. 5 to 10 ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ 10 - 5 5 പ്ലസ് 1 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതാണ് 6 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ആൻസർ ചെയ്ത് 5 6 ഉണ്ട്. അതിന് മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് 7 8 ഉണ്ട്, അതും 3 മാർക്കാണ്. പിന്നെന്താണ് 9 10 ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 മുതൽ 10 6 ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. അതിൽ 4 ആൻസർ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിനെയും ആൻസർ പറഞ്ഞുതരാം. സിമ്പിൾ സൊല്യൂഷൻ ആണ് മക്കളെ. എല്ലാ ചാപ്റ്ററിൻ്റെ 1 ഷോട്ടും പാർട്ട് ബൈ പാർട്ട് ക്ലാസ് ഒക്കെ ലൈവായിട്ട് ഈ ചാനലിൽ എടുത്തിട്ടുണ്ട്. ലൈവ് സെക്ഷനിൽ പോയി നിങ്ങൾക്ക് കിട്ടും. പ്ലേലിസ്റ്റ് ഉണ്ട് മാത്സിൻ്റെ, കാണുക. നമുക്കിതാ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത്ര സിമ്പിൾ ആയിരിക്കില്ല, പക്ഷെ അത്ര ടഫും ആയിരിക്കില്ല. ഇനി ട്രയാങ്കിൾ ABC, ഇവിടെ എന്താണ് ABC ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, 90 ഡിഗ്രി. ഇവിടെ 3, ഇവിടെ 4. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC? മക്കളെ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് എല്ലാവർക്കും അറിയാം. എങ്ങനെ പൈത്തഗോറസ് തിയറം വർക്ക് ചെയ്യുക? AB² പ്ലസ് AB² പ്ലസ് BC² ഇസ് ഈക്വൾ ടു AC². ഓക്കെ, ചേട്ടാ എൻ്റെ പെന്നിൻ്റെ കട്ടി ഭയങ്കര കുറഞ്ഞ്. ഓക്കെ, അപ്പോൾ നോക്കുക, 3² പ്ലസ് 4² ഇസ് ഈക്വൾ ടു എന്താണ്? AC². ഇത് പൈത്തഗോറിയൻ ട്രിപ്ലറ്റ് അറിയുന്നവർക്കറിയാം. 3 + 3 4 എന്താണ് വരിക? 5 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ തന്നെ എഴുതാണ് ആൻസർ. ഇവിടെ എന്താണ്? 5. ഓക്കെ, 5 സെൻറ്റിമീറ്റർ യൂണിറ്റ് തന്നുകൊണ്ട്. അപ്പോൾ എഴുതുക യൂണിറ്റ് 5 സെൻറ്റിമീറ്റർ. ഇത് എഴുതിയ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് ഞാൻ മായ്ക്കുകയാണ്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി sin A cos A ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, sin A cos A. മക്കളെ sin A ഞാൻ എഴുതിത്തരാം. sin A നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. sin A എന്ന് പറയുമ്പോൾ എന്താണ്? എൻ്റെ ഓപ്പോസിറ്റ് ആയ സൈഡ്. എൻ്റെ ഓപ്പോസിറ്റ് ഏതാ മക്കളെ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. എൻ്റെ ഓപ്പോസിറ്റിൽ ഏതാ? എൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതാ. ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് 4ഉം ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 5ഉം. അപ്പോൾ ആൻസർ എന്താണ് വരിക? നമുക്ക് കിട്ടും 4/5. ഓക്കെ, ഇനി cos A യോ? cos A എന്ന് പറയുമ്പോൾ എൻ്റെ അഡ്ജസൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതട്ടെ. അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ സമീപം. എൻ്റെ അടുത്തുള്ള ഇയാൾ 3 ബൈ ഹൈപ്പോട്ടന്യൂസ് 5. അപ്പോൾ ആൻസർ എന്താ? 3/5. ആൻസർ കിട്ടിയാൽ ഇത്രയേ ചെയ്യാനുള്ളൂ. 3 മാർക്ക് കിട്ടി. ഫസ്റ്റ് മാർക്ക് ഇവിടെ, സെക്കൻഡ് മാർക്ക് ഇവിടെ, തേർഡ് മാർക്ക് ഇവിടെ. സിമ്പിൾ. കിട്ടിയെങ്കിൽ ലൈക്ക് ഇടാം, മറക്കരുത്. ഓക്കെ, ഇൻ ദ ഫിഗർ ടാൻജൻസ് ത്രൂ A and B മീറ്റ് അറ്റ് P. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഇവിടെ PAയും PBയും എന്താണ്? ടാൻജൻ്റ് ആണ്. P എന്നുള്ളൊരു എക്സ്റ്റേണൽ പോയിന്റ്. 2 തൊടുവരകളുണ്ട്. 2 തൊടുവരകൾ നിങ്ങൾക്കറിയാം, 2 ഈക്വൽ ആയിരിക്കും. പിന്നെ സെൻറ്റർ ആംഗിളായിട്ടൊരു ബന്ധമുണ്ട്. ഈ ആംഗിളും വേറെ ബന്ധമുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാണ്ട്. തന്നിരിക്കുന്നത് ACB. ഈ കോഡ് AB എന്നുള്ള ചാപം കോഡ് ഇവിടെ ഉണ്ടാക്കി ഞാൻ മേജർ ചാപത്തിൽ വലിയ മാർക്കിൽ മേജർ ആർക്ക് അഥവാ വലിയ ചാപത്തിൽ ഉണ്ടാക്കിയ ആംഗിൾ 55 ഡിഗ്രി. അത് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് കാര്യം PAB. ഏതാ PAB മക്കളെ? PAB ഈ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ആംഗിൾ Pയും കണ്ടുപിടിക്കണം. ആ 2 ആംഗിൾ കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്രം വരച്ചുതരാം. ഈ ഡയഗ്രം കണ്ടാൽ നിങ്ങൾ അപ്പടപ്പെടാന്ന് ഓർക്കും സാധനങ്ങൾ. ഓക്കെ, ഇതൊരു മുട്ടക്കുട്ടി പോലെ ഉണ്ടല്ലോ. നമുക്ക് ഇങ്ങോട്ടേക്ക് സർക്കിൾ എന്താ വരാത്ത സാറിൻ്റെ? ഓക്കെ, ഒരു സർക്കിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനൊരു കോഡ് വരച്ചു. ഓക്കെ, ഒരു കോഡ് വരച്ചു. മേജർ ആർക്കിലേക്ക് ഒരു ഇത് വരച്ചു. ഓക്കെ, മേജർ ആർക്കിൽ ഉണ്ടാക്കുന്നതും. ആൻഡ് ഇങ്ങോട്ടേക്ക് 2 ആൾക്കും ഞാനൊരു ടാൻജൻറ്റ് വരച്ചു. ഇത് ടാൻജൻറ്റ് കേട്ടോ. PA PB ടാൻജൻ്റ് ആണ്. കാര്യം ശ്രദ്ധിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ X ഡിഗ്രി ആണെങ്കിൽ ഇതും X ഡിഗ്രിയാണ്. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്? ശ്രദ്ധിച്ചോ. മേജർ ആർക്കിൽ X ഉണ്ടാക്കുകയാണെങ്കിൽ, മേജർ ആർക്കിൽ ഒരു കോഡ് X ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോഡും 2 ടാൻജൻറ്റും കൂട്ടിമുട്ടുന്ന ആംഗിൾസ് X ആയിരിക്കും നിർബന്ധമായിട്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. മേജർ ആർക്കിൽ X ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കോഡ് നിങ്ങൾക്കറിയാം സെൻട്രൽ അതിൻ്റെ ഡബിൾ ഉണ്ടാക്കും, വിച്ച് ഈസ് 2x. ഇനി സെൻട്രലിലുള്ള ആംഗിളും ഈ ആംഗിളും ടാൻജൻസിൻ്റെ ഇടയ്ക്കുള്ള ആ എക്സ്റ്റേണൽ പോയിന്റിലുള്ള ആംഗിളും സെൻട്രൽ ആംഗിളും തമ്മിൽ എന്താണ്? 180. ആ ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. ഇയാൾ എന്താണോ അതിൻ്റെ ബാക്കി 180ൻ്റെ ബാക്കി എവിടെ വരിക? അപ്പോൾ അവിടെ 2x ആണ് ഞാൻ എഴുതാമ്പോൾ 180 - 2x.
അത് മനസ്സിലാക്കിയാൽ മതി, ബൈ ഹാർട്ട് ചെയ്യണ്ട കേട്ടോ. ഇത് പഠിച്ച എല്ലാം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടാൻജൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ മേജർ ആർക്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണ്. അപ്പോൾ നമുക്ക് എഴുതാം അവിടെ 55 ആണ്. ഓക്കെ, കാരണം 3 ആംഗിൾ സെയിം ആണ്. നിങ്ങൾ കാരണമൊന്നും എഴുതേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ടീച്ചറിനും അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ PAB എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി. കാരണം എന്താണ്? ആംഗിൾ PAB ഇസ് ഈക്വൽ ടു ആംഗിൾ C. അത്രേ ഉള്ളൂ. ഓക്കെ, ആംഗിൾ ACB എന്ന് എഴുതാം, ആംഗിൾ C എന്ന് എഴുതാം, രണ്ടും കുഴപ്പമില്ല കേട്ടോ. ഇനി അത് നമുക്ക് കിട്ടി, ഇതും കിട്ടി, ചോദിച്ചിട്ടില്ല. ഇനി ആംഗിൾ P. ആംഗിൾ Pൻ്റെ പ്രത്യേകത എന്താ? ആംഗിൾ P ഇവരായിട്ട് പ്രത്യേക ഡയറക്റ്റ് ലിങ്ക് ഇല്ല, പക്ഷെ എന്താ ഈ ആംഗിളായിട്ട് ബന്ധമുണ്ട്. സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ മക്കളെ ഇവിടെ 55 സെൻട്രൽ എന്താ ഉണ്ടാക്കുക? അതിൻ്റെ ഡബിൾ 110. ഇനി ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്, ഇയാളും തമ്മിൽ എന്താ ബന്ധം? ഇത് 110 ആണെങ്കിൽ ഇതിൽ 180 സപ്ലിമെൻ്ററി ആംഗിൾ. അപ്പോൾ എന്താണ് കിട്ടുക? ആംഗിൾ P ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 70 ഡിഗ്രി. 7 ഡിഗ്രി അല്ലേ? 70 ഡിഗ്രി. അപ്പോൾ ഈ 2 ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി 2 കൂടി നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരും. ഓക്കെ മക്കളെ, ഇത്രയായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്താൽ ഞാൻ ഗ്യാരണ്ടിയാണ് ഒരു 5 മാർക്ക് സിമ്പിളായിട്ട് കൊടുക്കും. പിന്നെ ക്ലാസ്സും കാണണം. ഓക്കെ, റെഡി. നമുക്കിതാ 7th ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോളിഡ്സെന്നും ഇത് ടാൻജൻസും കോർഡിനേറ്റ്സും കൂടി മിക്സ് ആയ ക്വസ്റ്റ്യനാണ്. ആ സ്ക്വയർ പിരമിഡ് ഇസ് കട്ട്. ഇതാണ് അതിൻ്റെ 2D ഷേപ്പ്. നമുക്കറിയാം സമചതുര സ്തൂപികേൻ്റെ 2D പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് തന്നിരിക്കുന്ന വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ്. മക്കളെ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ പാദവക്കാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ട കളർ ചെയ്ത് കാണിച്ചു തരാം. ഈ സ്ക്വയറാണ്. ഓക്കെ, ഈ സ്ക്വയറാണ് ബേസ് എഡ്ജ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 10. അപ്പോൾ ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബേസ് എഡ്ജ് എന്ന് വേണമെങ്കിൽ A എന്ന് എഴുതാം, B എന്ന് എഴുതാം. ഞാൻ പൊതുവെ എന്താണ് A എന്നാണ് എഴുതുക. A ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്ററും തന്നിട്ടില്ല, അതാണ് പ്രശ്നം. ക്വസ്റ്റ്യനിൽ 10 സെൻറ്റിമീറ്റർ തന്നില്ലേ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് മീറ്റർ ആവാം, കിലോമീറ്റർ ആവാം. പക്ഷേ ഞാൻ സെൻറ്റിമീറ്റർ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാകും. ഞാൻ മലയാളം മീഡിയം ചെക്ക് ചെയ്യട്ടെ, അതിലും തന്നിട്ടില്ല. അപ്പോൾ 10 എന്ന് എഴുതിയാൽ മതി. പക്ഷേ ഞാൻ പൊതുവെ ഞാനൊരു സെൻറ്റിമീറ്റർ എഴുതുക. എക്സാം പേപ്പറിൽ യൂണിറ്റ് ആണെങ്കിലും നിങ്ങൾ എഴുതണ്ട, അപ്പോൾ അവരുടെ തെറ്റാണത്. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ സ്ലാൻഡ് ഹൈറ്റ്. മക്കളെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാര്യം ഇത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇയാളെന്ന് പറയുമ്പോൾ എന്താ? എന്താണ്? ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക്. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് എവിടെ നിന്ന് വരിക? ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് കേട്ടോ, ചെരിവ് ഉയരം. ഓക്കെ, അപ്പോൾ നമുക്ക് B ക്വസ്റ്റ്യൻ ചെയ്യുമ്പം 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാം. A/2 ഹോൾ സ്ക്വയർ പ്ലസ് L² ഇസ് ഈക്വൽ ടു E². അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ A/2 ഹോൾ സ്ക്വയർ പ്ലസ് L² ഇസ് ഈക്വൽ ടു E². ഓക്കെ, അത് സോൾവ് ചെയ്ത് വരുമ്പോൾ A/2 ഹോൾ സ്ക്വയർ 10ൻ്റെ പകുതി, അതാണ് 5 സ്ക്വയർ പ്ലസ് L². കളർന്ന് മാറ്റട്ടെ. 5 സ്ക്വയർ പ്ലസ് L² എന്ന് പറയുമ്പം നമുക്കറിയില്ല, ഇസ് ഈക്വൽ ടു 13 സ്ക്വയർ. മക്കളെ 5-13 ഞാൻ നിങ്ങൾക്ക് പൈത്തഗോറിയൻ ട്രിപ്പ് നിങ്ങൾ സോൾവ് ചെയ്തോ. അപ്പം 169 ഇവിടെ -25, അയാൾ ഇങ്ങോട്ട് വരുമ്പോൾ -25 കിട്ടും. അപ്പോൾ എത്രയുടെ 144. അപ്പോൾ L എത്ര കിട്ടുക? 12. എല്ലിൻ്റെ ആൻസർ എപ്പോഴും 12. 5, 12, 13 പൈത്തഗോറിയൻ ട്രിപ്പിൾ 5, 12, 13 എപ്പോഴും വരും. ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിൾ കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കിട്ടി, ചെരിവുയരം നമുക്ക് എഴുതാൻ പറ്റും. L ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. അത് രണ്ടും നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടി, കഴിഞ്ഞ പരിപാടി. 7ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് AB ഇസ് ദ ഡയമീറ്റർ, വ്യാസമാണ്. AB ഡയമീറ്റർ ആകുമ്പോൾ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യും. C ആണ് സെൻറ്റർ. B എന്ന് പറയുമ്പോൾ 8 യൂണിറ്റ് ആണ്. ഇത് O എന്ന് പറയുമ്പോൾ എപ്പോഴും ഒറിജിൻ കേട്ടോ. ക്വസ്റ്റ്യനിൽ ഒരിക്കലും O ഒറിജിൻ ആണെന്ന് പറയണമെന്നില്ല. O ഒറിജിൻ അഥവാ ആധാര ബിന്ദുവാണ്. ഓക്കെ, ഇവിടെ 0, 0 ഇത് എത്ര? 8, 0. അപ്പോൾ 8 യൂണിറ്റ്സ് ഇങ്ങോട്ടേക്ക് പോയി, മേലേക്ക് 4 യൂണിറ്റ്സ് പോയി. ആൻഡ് ഇവർ പറയുന്നത് വേറെ എന്താണ്? സി, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഫൈൻഡ് ലെങ്ത് ഓഫ് OA അത് നമുക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ് കാര്യം. ഓക്കെ, അതിന് പ്രത്യേക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ കോർഡിനേറ്റ്സ് ഓഫ് A കണ്ടുപിടിക്കാം. 2-3 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്കറിയാം സർക്കിൾ തന്നാൽ നമ്മുടെ സർക്കിൾസ് ചാപ്റ്ററിൽ കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? ടാൻജൻസ് അല്ല, സർക്കിൾസ് ചാപ്റ്ററിൽ ഒരു ഡയമീറ്റർ, ഇതൊരു ഡയമീറ്റർ ആണെങ്കിൽ ഇതൊരു വ്യാസം. ഓക്കെ, ഡയമീറ്റർ ആണെങ്കിൽ പകുതിയായിട്ട് മുറിക്കും, നിങ്ങൾക്കറിയാം. അതിൻ്റെ കൂടെ ഒരു കോഡ് അതിനോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ സമഭാഗം ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതി തരാം. AB എന്നുള്ള കോഡ് ഡയമീറ്റർ ആണ്, അത് CD കൂട്ടിമുട്ടുന്നു 90 ഡിഗ്രിയിൽ. അങ്ങനെയാണ് നമുക്കൊരു ഫോർമുല എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു. PA/PB ഈസ് ഈക്വൽ ടു PC/PD. ഓക്കെ, ഡോട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഗുണിക്കുക. പക്ഷേ ഇവിടെ PC-യും PD-യും ഈക്വൽ ആയതുകൊണ്ട്, PC/PD ഈക്വൽ ആയതുകൊണ്ട് നമ്മുടെ ഫോർമുല ചെറുതായിട്ട് വരും. PA/PB ഈസ് ഈക്വൽ ടു PC² എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ പേരുകൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ആ സെയിം പേരുകൾ വരുമ്പം ഞാൻ പറഞ്ഞുതരാം എന്താണ് വരിക.
പി എ പി ബി അല്ലേ വരിക, ഒ എ ഒ ബി. ഓക്കെ, എന്താണ് ഡയമീറ്ററിൻ്റെ ഭാഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഒ ഈ സാധനം വരും, പി ഒ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇസ് ഈക്വൽ ടു പി ഒ സ്ക്വയർ. ഇനി അലൻ സാറിന് എങ്ങനെ മനസ്സിലായത് 90 ഡിഗ്രി ആണെന്ന്? സി, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് അക്ഷവും വൈ അക്ഷവും 90 ഡിഗ്രിയാണ് ആംഗിൾ ഉണ്ടാക്കുക. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇതൊരു ഡയമീറ്റർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് എനിക്ക് ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റും. ഒ എൻ്റെ നീളം എനിക്കറിയില്ല, പക്ഷേ ഒ ബിൻ്റെ നീളം നമുക്കറിയാം എത്രയാണ്? 8 യൂണിറ്റ്സ് അല്ലേ? 8 യൂണിറ്റ്സ് കേട്ടോ, സെൻറ്റിമീറ്റർ. ഇത് 8. ഓക്കെ, ആൻഡ് ഇത് മേലേക്ക് എത്രയാണ്? 4 ആയതുകൊണ്ട് ഇത് 4, ഇത് 4. ഓക്കെ, അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഇത് ഒറിജിൻ ആയതുകൊണ്ട് അപ്പം 8 × 4 ഈസ് ഈക്വൽ ടു ഒ പി അല്ലെങ്കിൽ പി ഒ സ്ക്വയർ അല്ല, പി ഒ സ്ക്വയർ ആണ് ഒരു. അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ. നിങ്ങൾക്ക് ഇതൊരു മെത്തേഡ് കേട്ടോ. ഒ എ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒ എ എനിക്കറിയില്ല. ഒ ബി എത്രയാണ്? 8 ഈസ് ഈക്വൽ ടു പി ഒ സ്ക്വയർ 4 സ്ക്വയർ. അപ്പോൾ എത്ര വരിക? ഒ എ × 8 ഈസ് ഈക്വൽ ടു 16. 8 അങ്ങോട്ട് പോകുമ്പോൾ ഒ എ ഈസ് ഈക്വൽ ടു 16/8. എത്രയാണ് ആൻസർ? എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. 2 യൂണിറ്റ്സ് എന്ന് എഴുതും കേട്ടോ, 2 യൂണിറ്റ്സ്. അപ്പോൾ ഒ എ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 യൂണിറ്റ്. ഓക്കെ, 2 യൂണിറ്റ്. ഇനി ഒറിജിന്ന് ആധാര ബിന്ദുവിന്ന് ഇങ്ങോട്ടേക്ക് എക്സ് പോയാൽ പോസിറ്റീവ്, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? എ എന്ന് പറയുമ്പോൾ 0, അല്ല -2 എക്സിലേക്ക് പോയി, -2, 0. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഒ എൻ്റെ ലെങ്ത്ത് 2 യൂണിറ്റ്സ് എന്ന് എഴുതുന്നു, 2 യൂണിറ്റുകൾ. ആൻഡ് കോർഡിനേറ്റ്സ് എന്താണ്? -2, 0. ഇതൊരു രീതി കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് കണ്ടുപിടിക്കാം. ഇനി ഇതല്ലാണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് വേറെ രീതിയിലും കണ്ടുപിടിക്കാം. ഫസ്റ്റ് കാര്യം നമുക്ക് മനസ്സിലാക്കിയത് സെൻറ്ററാണ്. ഓക്കെ, ഇത് 8 യൂണിറ്റ്സ് ആണ്, ഇയാൾ ഇങ്ങോട്ട് 4 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അത് 4 കിട്ടി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ആരം വേണം നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡാണ് നല്ലത്. ഇനിയിപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കാര്യമുണ്ട്. ഇതാണ് സെൻറ്റർ. ഓക്കെ, ഇത് കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങോട്ടേക്ക് സെയിമാണ്. കാരണം രണ്ടും റേഡിയസ് അല്ലേ? ആരാണ് ഇങ്ങോട്ടേക്കും. അപ്പോൾ ഇത് കിട്ടണം. പക്ഷേ ഇത് ഇങ്ങോട്ടേക്കുള്ള ദൂരം നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിൻ്റെ റേഡിയസ് എത്രയാണ് മക്കളെ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ ഫോർമുല ഉള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ബാക്ക്ലോഗ് സീരീസിൽ കാണിച്ചു തന്നിരുന്നു. 2 ലൈൻ ഉണ്ടാക്കാം. ഓക്കെ, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പറയാം കേട്ടോ. സി പി എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, സി ബി എന്ന് പറഞ്ഞാലും റേഡിയസ് ആണ്. ഓക്കെ, സി പിയും സി ബി രണ്ടും റേഡിയസ് ആണ്. ഓക്കെ, ആരങ്ങളാണ് റേഡിയസ്. ഓക്കെ, അങ്ങനെ ആകുമ്പം എല്ലാം ദൂരം സെയിം ആയിരിക്കും. ഈ 2 ദൂരം സെയിം ആണ്. അപ്പോൾ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റിയ ഫോർമുലയാണ്. സീൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ് ആക്സിസിലായതുകൊണ്ട് നമുക്ക് x, 0 എന്ന് എഴുതാം. സീൻ്റെ കോർഡിനേറ്റ്സ് എന്താ? x, 0. കാരണം എക്സ് ആക്സിസിൽ y 0 അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിക്കാം. സിയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല എത്രയാണ് മക്കളെ? x². ഞാൻ വേഗം എഴുതാം കേട്ടോ. √(x - 0) അപ്പം x², പിന്നെന്താണ്? 4². x² + 4² ഇസ് ഈക്വൽ ടു സിയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ് മക്കളെ? x - 8² അപ്പോൾ x - 8 വരിക. ഓക്കെ, അല്ലെ 8 - x ആക്ച്വലി വരിക. 8 ആയിരിക്കും വലുത്. അപ്പോൾ 8 - x വരിക. അങ്ങനെ വരും. mod of x - 8, അതായത് 8 - x കറക്റ്റ് വരിക. ഇനി നമ്മൾ 2 സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ അവസാനം ഒരു എക്സിന് ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇത് കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, എക്സ് നെഗറ്റീവ് ആൻസർ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോസിറ്റീവ് വരുള്ളൂ. കാരണം എക്സ് ഇവിടേക്കാണ്. ഇതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ട. ബാക്ക്ലോഗ് SLC ലക്ഷ്യ ബാച്ചുകാർക്ക് അത് ചെയ്യാൻ അറിയാം. പക്ഷെ അത് ആവശ്യമില്ല. നമുക്ക് ആൻസർ കിട്ടി. ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം 2 ക്വസ്റ്റ്യൻ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. കമൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. അതുപോരാതെ നിങ്ങൾ എന്താണെങ്കിലും അടുത്ത പാർട്ട് വേണമെങ്കിലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്രിസ്മസ് എക്സാമിന് വേണ്ടി എല്ലാം നമ്മൾ പഠിപ്പിച്ച മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ESAT സ്കോളർഷിപ്പിൻ്റെ കാര്യം മറക്കരുത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ സ്ഥിരം ക്വസ്റ്റ്യൻ. എക്സ് റെപ്രസെൻറ്റ്സ് എ നാച്ചുറൽ നമ്പർ, പോസിറ്റീവ് എണ്ണൽ സംഖ്യ. വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു x² + 8x? ശ്രദ്ധിച്ചോ, x² + 8x കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ആഡ് ചെയ്യേണ്ട മക്കളെ? എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതി അതിൻ്റെ സ്ക്വയർ, അപ്പോൾ 4² ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുക ആൻസർ? ഇതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇത് കുറേ ആൾക്കാർക്ക് അറിയില്ല. നോക്കിയേ, x + 4² എന്താ നമുക്ക് കിട്ടുക? x + 4² നമ്മൾ എന്ത് നമ്പർ ആഡ് ചെയ്ത് കൊടുത്തത്? നമ്മൾ നമ്പർ ഏതാ ആഡ് ചെയ്ത് കൊടുത്തത്? 4². അതിന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയും 16 ആണ് നമ്മൾ കൂട്ടി കൊടുത്തത്. ഇനി x² + 8x ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? സെയിം ലോജിക്ക് ഉപയോഗിക്കുക. x² + 8x 20 ആണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിക്കുക. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇവിടെ എന്താ ഇട്ട് കൊടുത്തത്? 4². അതാണ് 4² എന്ന് പറയുമ്പോൾ 16. 4² ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെയും 4² ആഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടും x + 8² x + 4² എവിടെ നിന്ന് കിട്ടി മക്കളെ? ഇപ്പം ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ കാണിച്ചാൽ x + 4² അങ്ങനെ കേട്ടോ എഴുതാം. അത് കിട്ടി. റൈറ്റ് സൈഡിൽ എന്താ കിട്ടുക?
മക്കൾ 20ഉം 16ഉം കൂട്ടി എത്ര? 24 അല്ല കേട്ടോ, 20ഉം 16 അത്. അപ്പം 36. 36 എന്ന് പറയുമ്പോൾ 6 സ്ക്വയറാ. ബ്യൂട്ടിഫുൾ. രണ്ട് സൈഡിലും റൂട്ട് എടുക്കുന്നു. അപ്പോൾ എനിക്ക് രണ്ട് ആൻസറാണ് കിട്ടുക കേട്ടോ. എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 6 അല്ല, +6ഉം -6ഉം എടുക്കണം. ഓക്കെ, എനിക്കറിയാം കുറേ ആൾക്കാർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞല്ലോ, പക്ഷേ അത് അവസാനം തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പം എക്സ് എന്താണ് നമ്മൾ തീരുമാനിച്ചില്ല, നമ്മളിപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് എടുക്കണം നിർബന്ധം. രണ്ട് ഉത്തരം കിട്ടും. എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 6. അങ്ങനെയാണ് എക്സ് എന്ന് പറയുമ്പോൾ 6 - 4. അപ്പോൾ ആൻസർ എന്താ? x2 എന്ന് കിട്ടും. ഇതൊരു ആൻസർ. രണ്ടാമത്തെ ആൻസർ എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു -6. എക്സ് എന്ന് പറയുമ്പോൾ -6 - 4, എക്സ് എന്ന് പറയുമ്പോൾ -10. ഇനി ഇപ്പം നമുക്ക് എക്സിന് ഒരു നെഗറ്റീവ് നമ്പർ കിട്ടിയോണ്ട് ഞാൻ പറയാണ്, സാറേ ഇത് എടുക്കണ്ട, ഇയാൾ എടുത്താൽ മതി, ഇയാൾ വേണ്ട, ഇയാൾ മതി. x2 ആണ്, അതാണ് ആൻസർ. ഓക്കെ, x2 ആണെന്ന് ഇപ്പോഴാണ് സോൾവ് ചെയ്യേണ്ടത്. ഇത് മൈനസ് കിട്ടണം, ഇവിടെ വരെ കിട്ടുന്നതാണ് കറക്റ്റ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇത് കിട്ടിയല്ലോ. ഓക്കെ, സംഭവം വഴി കിട്ടി. ഇനി നമുക്ക് 10th ക്വസ്റ്റിനും കൂടി ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റിന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത 4 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യണം. എല്ലാ ചാപ്റ്ററിനെയും വൺ ഷോട്ട് ചാപ്റ്റർ ഈ ചാനലിലുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ നോക്കാം. O is the center of the circle and PQ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? കണ്ടാൽ മനസ്സിലാണ്, ടാൻജൻ്റ് ആണ്, തൊടുവരിയാണ്. ഓക്കെ, OAQൻ്റെ അളവ് എന്താണ് മക്കളെ? OAQ, ഈ ആംഗിൾ എന്താണ്? OAQ 90 ഡിഗ്രി. റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് ഓൾവേസ് മേക്ക് ആംഗിൾ OAQ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. സർക്കിളിൻ്റെ റേഡിയസും സർക്കിളിൽ ആ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ടാൻജൻറ്റും തൊടുവരിയും ആരവും 90 ഡിഗ്രി. ഓക്കെ, അളവ് എത്രയാണ്? അടുത്ത ചോദ്യം 2 മാർക്കിൽ 3.5 സെൻറ്റിമീറ്റർ ആരമുള്ള 3.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക, എ എന്നുള്ള പോയിന്റ് വരയ്ക്കുക, ഡ്രോ ടാൻജൻറ്റ് ടു ഇറ്റ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു ബ്ലാങ്ക് പേജ് വേണം. സർക്കിൾ വരയ്ക്കുക, ഇങ്ങനെ 3.5 എങ്ങനെ വരയ്ക്കുക? നിങ്ങൾ കോമ്പസ് എടുക്കുക, കോമ്പസ് എടുത്തങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇനി ഇയാളുടെ സെൻറ്റർ ആരെങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് നിങ്ങൾ വിശ്വസിക്കുക അല്ലേ, സെൻറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണ് നിങ്ങൾക്ക് എ എന്നുള്ളൊരു പോയിന്റ് ഞാൻ എടുത്തത്, അവിടെ എനിക്ക് ടാൻജൻറ്റ് വരയ്ക്കണം. ഓക്കെ, ആ പോയിൻ്റാണ് എ എന്ന് വിചാരിച്ചോ. തൽക്കാലം ഞാൻ എ എവിടെ നിന്ന് എഴുതുന്നു, കുഴപ്പമില്ല. ഇവിടേക്ക് ടാൻജൻറ്റ് വരയ്ക്കേണ്ട ഫസ്റ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, തൊടുവരെ കറക്റ്റ് വരയ്ക്കണമെങ്കിൽ കറക്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ ഇവിടുന്ന് റേഡിയസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, സെൻറ്ററിൽ നിന്ന് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ലൈൻ വരയ്ക്കാം. ഇവിടെ വരെ പോരാ, നിങ്ങൾ കുറച്ചും കൂടി എക്സ്ട്രാ വരയ്ക്കണം. ഇനി കറക്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പസ് എടുക്കാം കേട്ടോ. ഞാൻ പറയുന്നവരെ ശ്രദ്ധിച്ചോ, കോമ്പസ് എടുക്കാം. ഓക്കെ, കോമ്പസ് എടുക്കുക, ശ്രദ്ധിക്കുക. കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. കോമ്പസിൻ്റെ നീഡിൽ ഇവിടെ വെക്കുക, ഒരു ചെറിയ ഇത് മതി. ഓക്കെ, വലുതൊന്നും വേണ്ട, ചെറിയ. ഓക്കെ, ചെറിയ ഡിസ്റ്റൻസ് എടുക്കുക, ഒരു സെമി സർക്കിൾ വരയ്ക്കുക, ഒരു ആർച്ച് പോലെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഓക്കെ, ഇങ്ങനെയല്ല കിട്ടുക, സെമി സർക്കിൾ ഇങ്ങനെ ഏകദേശം ഉണ്ടാവുക. ഓക്കെ, റെഡി? ഈ സാധനം കിട്ടിയല്ലോ, ഇതിങ്ങനെ ഉണ്ടാവുക. ഇനി എന്താ കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റും കിട്ടി, ഈ പോയിൻറ്റും കിട്ടി. ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇവിടുന്ന് ഇങ്ങോട്ടും സെയിം ദൂരം കേട്ടോ. ഈ ദൂരവും സെയിമാണ്. അപ്പം നമുക്ക് 2 പോയിൻ്റ് കിട്ടി, അതിൻ്റെ മധ്യബിന്ദു മിഡ് പോയിൻ്റ് കിട്ടി. ഓക്കെ, ഇനി ലംബ സമവാചി പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഈ 2 പോയിൻ്റ് ഇത്രയും ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വയ്ക്കണം. കോമ്പസ് എടുക്കുക, പകുതിയിൽ കൂടുതൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇത്ര വരെ എടുത്തു, കോമ്പസ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? മേലെ ഒരു ആർക്ക് വരയ്ക്കുന്നു, താഴെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ വേഗം കാണിച്ചു തരാം. ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക്. ഇതേ കോമ്പസ് ഇവിടെ എടുക്കുക, മോർ ദാൻ ഹാഫ് കട്ട്. ഈ 2 ആർക്ക് കിട്ടിയല്ലോ. ഇപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഇത് രണ്ടും ജോയിൻ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? കറക്റ്റ് ഒരു ടാൻജൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു, ആ 2 മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ആൻസർ ഷീറ്റ് കാണുമ്പോൾ അവസാനം ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഒരു 2 ആർക്കുണ്ടാവും, ഇവിടെ ആർക്കുണ്ടാവും. കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ഈ ലൈനിൻ്റെ ഈ ഭാഗത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ടാൻജൻറ്റ്. ആൻഡ് ഈ പോയിന്റ് നമ്മൾ എ എന്ന് പേരിടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എ എന്ന് പേരിട്ട് കഴിഞ്ഞു. ഇതാണ് 2 മാർക്കിന് ചോദിച്ചത്. ഇതേ സാധനം 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം ആൻസർ ചെയ്തിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട്. പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ, എല്ലാവരും ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ കമൻസിൽ ഇത് ആൻസർ ചെയ്യുക. ആൻഡ് അടുത്ത പാർട്ട് വേണമെങ്കിൽ അതിൻ്റെ റിക്വസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വേഗം തന്നെ 1000-2000 ലൈക്ക് ആക്കുക. ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ. x² + 10x. ഓക്കെ, x² + 10xൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് കംപ്ലീറ്റ് സ്ക്വയർ ആവാമെന്ന് കമൻറ്റ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. x² + 10xനൂടെ ഏത് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്താലാണ് അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാമെന്ന് പറയാം.